ദൈവവചനമേ ദിവ്യവിശേഷം സർവദാമോദമോടെ അതിൽ ദൈവമേ നോക്കുവാൻ കണ്ണെനിക്കേകുക ജീവദയാ പരനേ അതിൽ ദൈവമേ നോക്കുവാൻ കണ്ണെനിക്കേകുക ജീവദയാ പരനേ കുരിരുളിൻ വഴി പോക്കനു നല്ല പ്രകാശം തെളിച്ചു കാട്ടി സാധാ നേരെ തൻ വഴി നടത്തിടും മണി വിള കേതിഹാലോകമതിൽ സാദാ നേരെ തൻ വഴി നടത്തിടും മണി വിള കേതിഹാലോകമതിൽ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ, യേശുവിൻ്റെ രക്തത്താൽ ജയം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാൻ തക്കവണ്ണം സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് സ്തോത്രം അപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. ഈ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ടപ്പാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും അറിയാവുന്ന അപ്പച്ചൻ്റെ പാദപിടിച്ചിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ഞങ്ങളെവിടെയായിരുന്നാലും സ്വർഗീയ അപ്പ ഹല്ലേലൂയ അപ്പായുടെ ആ വലിയ സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് വേണം. ആ വിടുതലും ജയവും ഞങ്ങൾക്ക് വേണം കർത്താവേ. അങ്ങയുടെ വാതിലിൽ ഞങ്ങൾ മുട്ടി വിളിക്കുകയാ. ഞങ്ങളുടെ സങ്കടയാചന കൈക്കൊള്ളുന്ന ദൈവം ജീവിക്കുന്നവർക്ക് സ്തോത്രം. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാ. വീണ്ടും നിങ്ങൾക്ക് പ്രയാസമുള്ള ഏത് കാര്യമായിരുന്നാലും എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ കടന്നു ചെല്ലും. അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും. ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളോട് മനസ്സലിയും കണ്ണുനീരോടെ ഹല്ലേലൂയ അങ്ങയുടെ പാദപീഠം ചാർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി പ്രവർത്തിക്കും. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ കർത്താവേ. ദാനിയേലിനെതിരായി കടന്നു വന്ന രേഖ തിരുത്തി എഴുത്തിയൊരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അത്ഭുതം പ്രവർത്തിക്കേണ്ട ഇടത്ത് കർത്താവ് പ്രവർത്തിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും വലയുവാനും ഭാരപ്പെടുവാനും സമ്മതിക്കരുതേ കർത്താവേ. അത്ഭുതമാർന്ന കരമൊന്ന് നീട്ടി സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. വേദനയോടെ ഭാരത്തോടെ നിൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാദപീഠത്തിലായിരിക്കുമ്പോൾ സ്വർഗം അവരോട് കരുണ കാണിക്കണം. അവരുടെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ സമ്മതിക്കല്ലേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. പലവിധ പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാ. അപ്പോൾ ആരുമില്ലാത്ത സ്ഥാനത്ത് നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദുരിതകളിലായിരിക്കുന്ന ഉപജീവനം തേറി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും സ്നേഹത്തിൻ്റെ കരം ചാർത്ത് പിടിക്കണം, അത്ഭുതത്തിൻ്റെ കരം ചാർത്ത് പിടിക്കണം. സകല ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരുള്ളവരായി കാണപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. പഠിക്കുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടങ്ങളൊക്കെ കടന്നു വരുന്ന കർത്താവേ, ഉത്തരവാദിത്വത്തോടും ഉത്സാഹത്തോടും ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ടതിൻ്റെ ആൻസറുകൾ തയ്യാറാക്കി വയ്ക്കുവാൻ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ച് തരുന്ന കർത്താവെ, പ്രത്യേകിച്ച് 10, 11 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 12 പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കായിരിക്കുന്ന കുഞ്ഞുങ്ങൾ,
OIT IELTS ജർമ്മനിയും പഠിക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർ, ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നവർ, മെഡിക്കലിന് കാത്തിരിക്കുന്ന മക്കൾ, അങ്ങനെ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്ന കർത്താവ്. നീ സകലത്തിനും മതിയായ ദൈവമാ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ, നിന്നെ മാനിക്കുന്നവർ നീ മാനിക്കുന്ന ദൈവമാ, കണ്ണുനിർത്തുമ്പോൾ മനസ്സലിവുള്ള ദൈവമാ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കേൾപ്പാൻ കഴിയാതെ കരം ഹല്ലേലൂയ കർത്താവേ, ആ കാത് മന്ദമായി പോയിട്ടില്ല. സഹായിപ്പാൻ കഴിയാതെ കരം കുറുതല്ലല്ല കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട കരം ഓരോ മക്കളുടെ മേലും നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ജയത്തോടെ നടത്തണമേ കർത്താവേ, അത്ഭുതകരമായി നടത്തണമേ, ശ്രേഷ്ഠമായി നടത്തണമേ, വഴിവാതിൽ തുറക്കണമേ, തടസ്സമുടക്കം മാറ്റണമേ കർത്താവേ. ഹാലേലൂയ. മത്സരമായി നീ വിളിച്ചതുപോലെ ഞങ്ങൾ നിലവിളിക്കുക. യേശുവേ ദാവീദ് പുത്രാ, ഞങ്ങളോട് മനസ്സലിയണമേ കർത്താവേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണം, മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണം, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണം, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണം, പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒരു കുറവും കൂടാതെ എല്ലാ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് ദിനംതോറും പോഷിപ്പിക്കുമാറാകണം. ഓരോ മക്കളുടെയും ഉപജീവനമാർഗം ഹല്ലേലൂയ സ്വർഗം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. വലിയൊരു ശേഷിപ്പ് നൽകിയിരിക്കാൻ സ്തോത്രം. വാഹനമോടിക്കുന്ന എല്ലാ മക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഓരോ വാഹനത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം വേണം. ആപത്ത് അപകടങ്ങളിൽ നിന്ന് എല്ലാ മക്കളെയും വിട്ടുവയ്ക്കുമാറാകണം. ഹാലേലൂയ കർത്താവേ, ഈ സമയം ഹാലേലൂയ ആകാശം കീറി യാത്ര ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. വെള്ളത്തിൽ കൂടി യാത്ര പോകുന്നവരെ ഏൽപ്പിക്കുന്നു. എല്ലാവിധ ആപത്തനത്തിൽ നിന്നും എല്ലാവരെയും വിടുവിച്ച് നിത്യസ്ഥാനത്ത് എത്തുവോളം കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്നടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് അവരുടെ ഹല്ലിൽ നിന്നെ ഉരുട്ടിമാറ്റി അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുമാറാകണം. മാസന്തികളും കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണം. അവരുടെ പ്രയാസബുദ്ധി വരുത്തുന്നവരെ വിടുവിക്കുമാറാകണം. ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാനും സഹായിക്കണമേ കർത്താവേ. ഈ സമയം കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗം വഴിവാതിൽ തുറക്കണം. മനസ്സലിവും കരുണയും കാണിക്കുമാറാകണം. അങ്ങല്ലാതെ മറ്റാർക്കും സഹായിപ്പാൻ കഴിയുകയില്ല കർത്താവേ. പ്രയാസ പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവം, മനുഷ്യരൊക്കെയും കണ്ടും കാണാതെയും ഇരിക്കുമ്പോൾ ഞങ്ങളെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്നാകിയാൽ ഓരോ മക്കളെയും അവസ്ഥകളെ അറിഞ്ഞ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിട്ടുവയ്ക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ, ഭാരത്തോടെ, വേദനയോടെ, സങ്കടത്തോടായിരിക്കുന്ന മക്കളുടെ മേൽ ആ സമൃദ്ധിയുടെ കരം നീട്ടണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറക്കണമേ കർത്താവേ. ഒരിക്കലും പറ്റാത്ത നീരിറവ ഹാഗാറിന് മരുഭൂമിയിൽ തുറന്ന കർത്താവ് തൻ്റെ മക്കൾക്കും ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത മക്കളുണ്ട് കർത്താവേ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച ജീവിതങ്ങളുണ്ട് കർത്താവേ. അടിയന് തമ്മിലൊന്നും അറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്നാകിയാൽ ആ മക്കളെ സഹായിക്കുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ബലപ്പെടുത്തി എല്ലാ നന്മയും അനുഗ്രഹം കൊടുത്ത് സൗഖ്യത്തോടെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ അറിഞ്ഞ് കലവറ തുറന്ന് മാനിക്കണമേ കർത്താവേ. ഈ സമയം കടഭാരത്തിന് നടുവിൽ കൂടി കരയുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗമെല്ലാ ഭാരവും ഒഴിഞ്ഞ് സ്വസ്ഥരാക്കിയവരെ തീർക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം പകരണമേ. ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠകരമായ വിധത്തിൽ ഭവനം പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കഷ്ടമോ നഷ്ടമോ സങ്കടമുണ്ടാൻ അനുവദിക്കാതെ ഓരോ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അപ്പാ, ഈ സമയം മാതാപിതാക്കളെ വിട്ട് നാടും വീടും വിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിദുരിതത്തിലായിരിക്കുമ്പോൾ സ്വർഗ്ഗം വരെ സമാധാനത്തോടെ കാത്തോണേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്ന മക്കൾ കർത്താവിൻ്റെ ആലോചനയാൽ കരം പിടിച്ച് നടത്തുമാറാകണം. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുമുണ്ടപ്പാ, അവരെയും കർത്താവർക്ക് മാതാവായി പിതാവായി കൂടെ ഇരുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങളെ അനുഗ്രഹിക്കണേ, രാജ്യങ്ങളെ അനുഗ്രഹിക്കണേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയ കർത്താവേ. ഓരോ മക്കളുടെ മേലും ദൈവമേ, വിശ്വസ്തനായ കർത്താവേ,
അവിടുത്തെ വിശ്വസ്തതയാൽ സകലതും ചെയ്തെടുപ്പാൻ, ദൈവഭയത്തിൽ സകലതും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും, അഗ്നിയിൽ നിന്നൊക്കെയും ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെയൊക്കെ സൂക്ഷിക്കുമാറാകണമേ കർത്താവേ. എല്ലാ അനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാ രോഗികളെയും, അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള മരുന്നും വൈദ്യമനവൻ്റെ അപ്പച്ചനാകിയാൽ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നവർ, ICUവിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ കർത്താവേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, അലർജിയും ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ കർത്താവേ, കാഴ്ചയും കേൾവിയും ഓർമ്മയുമില്ലാത്ത മക്കൾ, ആമേൻ, ചെവിയുടെ ഇൻഫെക്ഷനാൽ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, ദൈവമായ കർത്താവേ, ഉറക്കമില്ലാത്ത അനേക ജീവിതങ്ങൾ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ എല്ലാവരെയും കർത്താപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, തമ്പുരാനെ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ആ ഗിലിയാദിലെ സുഗന്ധ കുഴമ്പുമായി കടന്നു വരണം. ഉച്ചി മുതൽ പാദം വരെ ഒന്ന് തലോടുമാറാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു, എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു മരിക്കുന്നു എന്നുള്ള ആ വചനം ഓരോ മക്കളുടെ പേര് പ്രശോഭിക്കട്ടെ കർത്താവേ. അത് സൗഖ്യമായി വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തൻ്റെ മക്കൾ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം അത് ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമല്ല, എൻ്റെ അപ്പൻ്റെ നാമം മഹത്വമെടുക്കുവാൻ സ്വർഗം ഇതെല്ലാം ചെയ്തു തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ആമേൻ. കാലത്ത് തന്നെ ഹാലിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയും തന്ന്, സമാധാനവും സന്തോഷവും തന്ന്, അവിടുത്തെ കൃപയിൽ കരം പിടിച്ച് ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മയിലും ഞങ്ങളെ നടത്തുമാറാകണം. ഞങ്ങളുടെ പൈതങ്ങളെല്ലാം വളർത്തി തരണമേ കർത്താവേ. പലവിടകളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. തമ്പുരാനെ അറിയുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ കർത്താവേ. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ കാത്തുകൊള്ളണമേ കർത്താവേ. അരുതാത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ കർത്താവേ. ഞങ്ങളുടെ മദ്യപാനികളോടും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരോടും കരുണ തോന്നണമേ കർത്താവേ. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടി നടത്തണമേ കർത്താവേ. അങ്ങനെയെല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മകളാൽ നിറയ്ക്കണേ, മഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.